ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ പസിൽ മാനിയ എപ്പിസോഡ് 7. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: എ ലിറ്റിൽ ഗേൾ ഐ നോ സെൽസ് ഓറഞ്ചസ് ഫ്രം ഡോർ ടു ഡോർ. ഓക്കെ, അപ്പോൾ ഒരു ഓറഞ്ചസ് വിൽക്കുന്ന ഒരു ഗേളിനെ കുറിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ 3 കസ്റ്റമേഴ്സിനാണ് ഈ ഗേൾ ഓറഞ്ച് കൊടുക്കുന്നത്. ആ കസ്റ്റമേഴ്സിന് ഓറഞ്ച് കൊടുക്കുന്ന രീതിയാണ് നമുക്ക് ലേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം. വൺ ഡേ വൈൽ on her rounds, she sold half an orange more than half her oranges to the first customer. Okay, ഫസ്റ്റ് കസ്റ്റമറിന് എത്രയാണ് കൊടുക്കുന്നത്? ടോട്ടൽ ഉള്ളതിന്റെ ഹാഫ് പ്ലസ് ഒരു ഹാഫും കൂടെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് ടോട്ടൽ ഒരു എക്സ് നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x/2 എണ്ണം പ്ലസ് ഒരു ഹാഫും കൂടെ. അങ്ങനെയാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് ആ ഒരു ഗേള് ഫസ്റ്റത്തെ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇനി നോക്കുക, ടു ദി സെക്കൻഡ് കസ്റ്റമർ she sold half an orange more than half of the remainder, and to the third and the last customer she sold half an orange more than half she now had. അപ്പോൾ 3 പേർക്കും കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണ്. ആ ഒരു സ്പെസിഫിക് മൊമെന്റില് ആ ഒരു ഗേളിന്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിന്റെ ഹാഫ് പ്ലസ് ഒരു ഹാഫ് ആൻ ഓറഞ്ചും കൂടെ. ഓക്കെ, അപ്പോൾ 3 പേർക്കും ഇതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ ഫസ്റ്റത്തെ കസ്റ്റമറിന് കൊടുത്ത് ബാക്കിയുള്ളതിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ബാക്കിയുള്ളതിന്റെ ഹാഫ് ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും രണ്ടാമത്തെ കസ്റ്റമറിന് കൊടുക്കുക. രണ്ടാമത്തെ കസ്റ്റമറിനും കൊടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ ഹാഫും അത് പിന്നെ എക്സ്ട്രാ ഒരു ഹാഫും കൂടെ ആയിരിക്കും ആർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം, മൂന്നാമത്തെ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. കൊടുക്കുന്ന രീതി സെയിം ആണ്, ബട്ട് എക്സാക്ട്ലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഡിഫറെന്റ് ആവുന്നുണ്ട് അല്ലെ. കാരണം കുറച്ച് പേർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചെണ്ണം അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഒബ്വിയസ്ലി അവിടെ ടോട്ടൽ നമ്പറിൽ ഡിഫറൻസ് വരും. ഇനി ലീവിങ് ഹെർ നൺ. അപ്പൊ ലാസ്റ്റത്തെ മൂന്നാമത്തെ ഒരു കസ്റ്റമറിനും കൂടി കൊടുത്ത സമയത്ത് അവളുടെ കയ്യിൽ ഇനി ഓറഞ്ചസ് ഒന്നുമില്ല, എല്ലാം കാലിയായി. ഓക്കെ, നമ്പർ ഓഫ് ഓറഞ്ചസ് അറ്റ് ദിസ് പോയിന്റ് എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ യു ടെൽ ദ നമ്പർ ഓഫ് ഓറഞ്ചസ് ഷീ ഒറിജിനലി ഹാഡ്. ഒറിജിനലി അവളുടെ കയ്യിൽ എത്ര ഓറഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഓ ബൈ ദ വേ, ഷി നെവർ ഹാഡ് ടു കട്ട് ആൻ ഓറഞ്ച്. ഒരു ഓറഞ്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു പോയിന്റിൽ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് അവരുടെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ ഈവൺ ആയിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാം. അപ്പോൾ ഈവൺ ആണ് അവരുടെ കയ്യിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു 4 ആണെന്ന് വിചാരിക്കാം. 4ന്റെ ഹാഫ് 2 ആണ്, പിന്നൊരു ഹാഫ് ആൻ ഓറഞ്ച്, 2.5 അല്ലെങ്കിൽ 2.5, 2.5 ഓറഞ്ച്. ദാറ്റ് മീൻസ് 2 ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് ഹാഫ് ആക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് അവരുടെ കയ്യിൽ ഈവൺ ആണ് എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ഓറഞ്ച് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓറഞ്ച് കട്ട് ചെയ്യുന്നില്ല എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഏക പോസിബിലിറ്റിയേ ഉള്ളൂ, അവരുടെ കയ്യിലുള്ള ഏതൊരു ഇൻസ്റ്റൻസിലും, ഇപ്പോൾ 3 ഇൻസ്റ്റൻസ് ആണ് ഉണ്ടാവുക, 3 ഇൻസ്റ്റൻസിലും അവരുടെ കയ്യിലുള്ള ഓറഞ്ചസിന്റെ എണ്ണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്തായിരിക്കും, ഒരു ഓഡ് നമ്പർ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 5 എടുക്കുകയാണ്. ഇപ്പോൾ 5ന്റെ ഹാഫ് എന്ന് പറയുന്നത് 2.5 ആണ്, പിന്നൊരു ഹാഫ്. അപ്പോൾ 2.5 ഒരു 0.5 കൂടി കൂടുന്ന സമയത്ത് 3 കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ വരുന്ന ഒരു ഓൾഡ് നമ്പർ ആണ് 3 ആണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ 3 ആണ് ആൻസർ എന്നല്ല പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ 5 ആണ് ആൻസർ എന്നല്ല പറഞ്ഞു വരുന്നത്, ബട്ട് ഓഡ് നമ്പർ അവിടെ പോസിബിലിറ്റി ഉള്ളൂ എന്നുള്ള ആ ഒരു ഐഡിയ ആണ് കൃത്യമായിട്ട് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ആൻസറിലോട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു റിവേഴ്സ് പ്രോസസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ കസ്റ്റമറിനെ ആദ്യം എടുത്തു, അല്ലെങ്കിൽ മൂന്നാമത്തെ കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് ആളുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ കസ്റ്റമർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഗേളിന്റെ കയ്യിൽ ഒരു എക്സ് ഓറഞ്ചസ് ആണ് ഉള്ളത് വിചാരിക്കാം. നമുക്ക് തേർഡ് കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എക്സ് ഓറഞ്ചസ് ആണെന്ന് വിചാരിക്കാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ കസ്റ്റമറിനും കൂടി കൊടുത്ത സമയത്ത് പിന്നെ അവളുടെ കയ്യിൽ ഒന്നും തന്നെ ബാക്കിയില്ല. ദാറ്റ് മീൻസ് ഈ എക്സ് ഓറഞ്ചും കൃത്യമായിട്ട് ആർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഒരു തേർഡ് കസ്റ്റമറിനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം നമുക്ക് അവിടുന്ന് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഈ എക്സ് ഓറഞ്ചസും ആർക്കിന് കൊടുത്തിട്ടുണ്ട്, തേർഡ് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട്. തേർഡ് കസ്റ്റമറിന് എന്തൊക്കെയാണ് കൊടുത്തത്, ആദ്യം ടോട്ടൽ ഉള്ളതിന്റെ ഹാഫ്, അതായത് x/2, എക്സ് ആണ് ടോട്ടൽ. ആ തേർഡ് കസ്റ്റമറിലേക്ക് എത്തുന്ന സമയത്ത് ആ ഗേളിന്റെ കയ്യിലുള്ളത് എക്സ് നമ്പർ ഓഫ് ഓറഞ്ചസ് ആണ്, അതിന്റെ ഹാഫ് x/2, പിന്നെ അതിലേക്കൊരു 0.5 അല്ലെങ്കിൽ 1/2. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു, x is equal to x plus 1 divided by 2. ഓക്കെ,
2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2x is equal to x plus 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x is equal to x plus 1 എക്സിന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് സബ്ട്രാക്ട് ചെയ്യും. സോ 2x minus x is equal to 1, അതായത് x is equal to 1. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാം? മൂന്നാമത്തെ കസ്റ്റമറിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ആ ഗേളിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എത്ര ഓറഞ്ച് ആണ്? ഒരു ഓറഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് ആൻ ഓറഞ്ച്. അതിലേക്ക് ഒരു ഹാഫ് ആൻ ഓറഞ്ച് കൂടി കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ ആ ഒരു 1 ഓറഞ്ച് കൃത്യമായിട്ട് ആ തേർഡ് കസ്റ്റമറിന് കൊടുത്തു. വീണ്ടും റിവേഴ്സ് ആയിട്ട് സെക്കൻഡ് കസ്റ്റമറിലോട്ട് വരാം. ഓക്കെ, സെക്കൻഡ് കസ്റ്റമറിന്റെ ആ ഒരു കേസിൽ ആളുടെ കയ്യിൽ ഒരു y ഓറഞ്ച് ആണ്. അതായത് സെക്കൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ ഫസ്റ്റ് കസ്റ്റമറിന് കൊടുത്തു, ഞാനല്ല ഗേൾ ഫസ്റ്റ് കസ്റ്റമറിന് കൊടുത്തു. സെക്കൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്ന സമയത്ത് ആ കയ്യിൽ ഒരു y ഓറഞ്ചസ് ആണുള്ളതെന്ന് വിചാരിക്കാം. അപ്പോ y is equal to y/2, കാരണം ആ ടോട്ടൽ ഉള്ളതിന്റെ ഹാഫ് പോർഷൻ ആദ്യം എന്ത് ചെയ്തു? സെക്കൻഡ് കസ്റ്റമറിന് കൊടുത്തു, പിന്നെ ഒരു ഹാഫും കൂടി കൊടുത്തു, പിന്നെ എത്രയും കൂടി ഉണ്ട്? പിന്നെ ഒരു 1 കൂടി ഉണ്ട്. ഈ 1 ആണ് തേർഡ് കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത് സെക്കൻഡ് കസ്റ്റമറിന് കൊടുത്തു, ഇത് തേർഡ് കസ്റ്റമറിന് കൊടുത്തു. ഇങ്ങനെയാണ് ടോട്ടൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ ഒരു y വരുന്നത്. ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കസ്റ്റമറിന് അദ്ദേഹം കൊടുത്തു, പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുള്ള ആ ഒരു നമ്പർ ഓഫ് ഓറഞ്ചിനെയാണ് നമ്മൾ y എന്ന് വിളിക്കുന്നത്. സോൾവ് ചെയ്യാം. ഓക്കെ, y is equal to y/2 plus 1/2 plus 1 എന്ന് പറയുന്നത് 3/2 ആണ്. സോ y is equal to 3 plus y divided by 2. 2 ചെയ്യാം. 2y is equal to 3 plus y. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് y ആയിരിക്കും. സോ 2y minus y ആണ്. y is equal to 3. അപ്പോ ഫസ്റ്റ് ഒരു കസ്റ്റമറിന് കൊടുത്തു, അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ റിമൈൻഡർ ആയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളത് എത്ര ഓറഞ്ചസ് ആണ്? 3 ഓറഞ്ചസ് ആണ്. ഇനി നമുക്ക് ആവശ്യമുള്ള അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ള ആ ഒരു ആൻസറിലോട്ട് നമുക്ക് എത്താം. ഫസ്റ്റ് കസ്റ്റമറിന് എത്ര കൊടുത്തു എന്നുള്ളതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. മറിച്ച് ഇനീഷ്യലി നോക്കാം, ഒറിജിനലി എത്ര ആളുടെ കയ്യിൽ ഓറഞ്ചസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഞാനൊരു ഇസഡ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനീഷ്യലി ആളുടെ കയ്യിൽ ഒരു ഇസഡ് ഓറഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഇനീഷ്യലി ആളുടെ കയ്യിൽ ഒരു ഇസഡ് നമ്പർ ഓഫ് ഓറഞ്ചസ് ആണുള്ളത്. ഇസഡ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഫസ്റ്റത്തെ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ആളുടെ കയ്യിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നു? 3 ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 3 വരുന്നുണ്ട്. പിന്നെ z/2 പ്ലസ് ഒരു ഹാഫും കൂടി കൊടുക്കുന്നുണ്ട്, 1/2. സോൾവ് ചെയ്യാം. z is equal to z/2 പ്ലസ് 1/2 പ്ലസ് 3 എന്ന് പറയുന്നത് 7/2 ആണ്. ഓക്കെ, അപ്പോൾ z is equal to z plus 7 divided by 2. 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2z ആവും. 2z is equal to 2 ആണ്. 2z is equal to z plus 7 ആണ്. z ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് z ആവും. സോ z is equal to 7. z എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തിരുന്നത്? ഇനീഷ്യലി ആളുടെ കയ്യിൽ എത്ര ഓറഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്, അത് തന്നെയാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ z is equal to 7 is the right answer. ആണല്ലോ, 7 ആണ്. 7 ഓറഞ്ചസ് ആണ് ആളുടെ കയ്യിൽ ഇനീഷ്യലി ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ 7 ഓറഞ്ച്. അപ്പൊ അതിൽ നിന്ന് 3.5 ഓറഞ്ച് പ്ലസ് അര, ദാറ്റ് മീൻസ് 4 ഓറഞ്ച് എന്ത് ചെയ്യും? ആദ്യത്തെ കസ്റ്റമറിന് കൊടുക്കും. പിന്നെ 3 ഓറഞ്ചാണ് ബാക്കി ഉണ്ടാവുക. ആ 3ല് 1.5 പ്ലസ് 1.5, ദാറ്റ് മീൻസ് 2 ഓറഞ്ച് രണ്ടാമത്തെ കസ്റ്റമറിന് കൊടുക്കും. ബാക്കി 1 ആണ് ഉണ്ടാവുക. ആ 1 ടോട്ടലായിട്ട് ആർക്ക് കൊടുക്കും? മൂന്നാമത്തെ കസ്റ്റമറിന് കൊടുക്കും. ഇങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ടായിരിക്കാം. ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. യു ഹാവ് 1 hourglass style timer that can measure 4 minutes and another that can measure 7 minutes. Can you measure 9 minutes exactly? അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിൽ 2 hourglass ഉണ്ട്. അപ്പോൾ അതിന്റെ പിക്ചറാണ്, hourglass എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് അതിന്റെ ഒരു പിക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സാൻഡ് ഒക്കെ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് 4 മിനിറ്റ് ആണെന്ന് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് സാൻഡ് ഒക്കെ ഒരു മുകൾ ഭാഗത്താക്കിയിട്ട് നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് മുകൾ ഭാഗത്ത് നിന്ന് എല്ലാ സാൻഡും താഴേക്ക് എത്താനുള്ള ആ ഒരു സമയം, അല്ലെങ്കിൽ അത്രയും സമയം 4 മിനിറ്റ് കൊണ്ടാണ് എന്ത് ചെയ്യുക? മുകളിലുള്ള എല്ലാ സാൻഡും താഴേക്ക് എത്തുക. അതാണ് 4 മിനിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. 7 മിനിറ്റ് ആണെങ്കിൽ എന്താണ്? നമ്മൾ എല്ലാ സാൻഡും ഒരു ഭാഗത്തേക്ക് വെച്ചു, ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ സാൻഡ് മറുവശത്തേക്ക് താഴേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള
അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റാൻഡേർഡ് ആയെത്താൻ എടുക്കുന്ന സമയമാണ് കൃത്യമായിട്ട് 7 മിനിറ്റ്. അപ്പോൾ അതാണ് അവിടെ ഹവർ ഗ്ലാസ് സ്റ്റൈൽ ടൈമർ എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണം വെച്ചിട്ട്, അതായത് 4 മിനിറ്റിന്റെയും 7 മിനിറ്റിന്റെയും വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി 9 മിനിറ്റ് മെഷർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ സ്ട്രാറ്റജൈസ് ചെയ്യുക, ചിന്തിച്ചു നോക്കുക. ഏതാദ്യം സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങൾക്ക് 9 മിനിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ആൻസർ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ പസിൽസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് എപ്പിസോഡ് 8 വീണ്ടും കാണാം. ബൈ.